ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് കാലമൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് ഈ പരുവത്തിനാണ് കുഴച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്തതാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാനുള്ളതാണിത്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. അതിനകത്ത് ഉപ്പിട്ടത് ഇതിനകത്ത് വീഡിയോ കിട്ടിയിട്ടില്ല. ചിക്കനകത്ത് ഉപ്പിട്ടാണ് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പം ചിക്കൻ ഈ രീതിയിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുട്ടക്ലോസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ. അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്, മല്ലിയില, അതിൽ നമുക്ക് വറുത്ത് അരിഞ്ഞ് ഇണക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, വളരെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സോസിനൊക്കെ നമ്മൾ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മയോണൈസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഈ പരുവത്തിലിരിക്കുകയാണ്. നമുക്കിനി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് പരത്തിയെടുക്കാം. ഒരേ ബോളുകളായിട്ട് നമ്മൾ മാവ് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം മടക്കിയെടുക്കാം. രണ്ട് സൈഡ് നമുക്ക് പൊട്ടിപ്പോകാതിരിക്കാൻ നമുക്ക് ഇതിനൊക്കെ മടക്കി കൊടുക്കാം. നമുക്ക് ഇവിടെയൊക്കെ ശകലം മൈദ ഒന്ന് തൂത്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയതാണ്. എന്നിട്ട് നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇത് കണക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് വറുത്ത് കോരാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരേന്ന് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചേക്കണം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നോമ്പ് തുറ വിഭവങ്ങളായിട്ടുള്ള വേറെയും വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് ഇത് ഒരേന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നോമ്പിനൊക്കെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വളരെ രുചികരമായൊരു സ്നാക്കാണ്.
എല്ലാവരും ഒന്ന് മസ്റ്റാർഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.